അല്ല എന്താ ലില്ലിക്കൊച്ചെ മുഖം കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നു? ഓഹോ ഇപ്പഴാ മനസ്സിലായി ഇന്ന് ജോജോ ഇല്ലല്ലേ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ലില്ലിക്കൊച്ചെ എന്ന് വിളിക്കരുതെന്ന്. എന്റെ പേര് ലില്ലി എന്നാണ്, നീ അത് വിളിച്ചാൽ മതി. എന്തിനാണ് എപ്പോഴും എന്റെ പേരിന്റെ കൂടെ ഒരു കൊച്ചിന്ന് കൂട്ടുന്നത്? ഞാൻ അത്ര കൊച്ചൊന്നല്ല. ആയിക്കോട്ടെ ലില്ലിക്കൊച്ചെ. ആഹാ സച്ചിതേ നോക്ക്, ഇന്ന് ആരാ നമ്മുടെ ലില്ലിക്കൊച്ചിന് കൂട്ടുന്നത്? ആഹാ നല്ല കൂട്ടാണല്ലോ, ജിമ്മും ലില്ലിക്കൊച്ചും നല്ല കോംബോ. ഇവനെപ്പോഴാ ഇവിടെ വന്നിരുന്നു? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്റെ അടുത്ത് വന്നിരിക്കരുതെന്ന്. പറഞ്ഞാലും മനസ്സിലാവില്ല, വീണ്ടും വീണ്ടും വന്നിരുന്നോളൂ. എന്താ ലില്ലി നീ ഇങ്ങനൊക്കെ പറയുന്നത്? നിനക്ക് ആരും കൂട്ടില്ലാത്തോണ്ട് ഞാൻ കൂട്ടിന് വന്നതല്ലേ. അയ്യോ കൂട്ടിന് വരാൻ പറ്റിയൊരു സാധനം, മര്യാദക്ക് എന്റെ അടുത്ത് എണീറ്റ് പോയിക്കോ. അയ്യോ എന്താ ലില്ലിക്കൊച്ചെ എങ്ങനെയൊന്നും ദേഷ്യപ്പെടല്ല നീ. നീ വല്ലാതെ ഓവറാവണ്ട കേട്ടോ. ഇന്ന് എന്റെ ജോർജ് ആബ്സെന്റ് ആയി പോയി, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കാണായിരുന്നു. നീ ഒന്ന് പോടി അവിടുന്ന്. ഹേയ് എന്താ ഇത്? ക്ലാസ് റൂമിനല്ലേ ഇത്? ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാണോ വേണ്ടത്? നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഏതാ പീരീഡ്? ഏത് പീരീഡ് ആണെങ്കിലും ഏത് ടീച്ചർ ആണെങ്കിലും ഒക്കെ ക്ലാസ്സിലിരുന്ന് വർക്ക് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യാം. ഇത് എന്തോരം ബഹളാണോ നിങ്ങള്? ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു വർക്ക് തരാം. ഇംഗ്ലീഷിൽ ഞാൻ ഇന്നലെ എടുത്ത ചാപ്റ്ററിലത്തെ എല്ലാ നോട്ട്സും എഴുതിയിട്ട് ഇന്ന് എനിക്ക് കൊടുന്ന് സബ്മിറ്റ് ചെയ്യണം. മാളുവും ലില്ലിയും എല്ലാവരുടെയും നോട്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് എനിക്ക് ഓഫീസിൽ കൊടുന്ന് തരണം. ഓക്കെ, പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? ഞാൻ വേഗം നോട്ട്സ് എഴുതാൻ നോക്ക്. സാർ. ആരാപ്പത്? മാളുവിന്റെ അമ്മയോ? അല്ല എന്താ ഇപ്പോ വന്ന്? മാളുവിനെ വീട്ടിൽ കൊണ്ടുപോകാനാണോ? അല്ല സാർ, ഇത് മാളുവിന്റെ ആന്റിയാ. അപ്പൊ അവളുടെ മോളെ ഈ സ്കൂളിൽ ചേർത്താൻ വേണ്ടി വന്നതാ. ഓഹോ അതിന് വന്നതാണല്ലേ. പ്രിൻസിപ്പലിന്റെ റൂം അപ്പുറത്താട്ടോ, അവിടെ പോയാ മതി. ആ ഓക്കെ സാർ. അല്ല ഇവളെ മാളുവിന്റെ ക്ലാസ്സിൽ തന്നെയാണോ ചേർത്തുന്നത്? അതെ സാർ, മാളുവിന്റെ ക്ലാസ്സിൽ തന്നെ ചേർത്തണം. ഇത് അമ്മയല്ലേ? കൂടെ ആന്റിയും ക്ലാരയും ഉണ്ടല്ലോ. എന്താ അവരിപ്പോ ഇവിടെ? അല്ല ഇനിയിപ്പോ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നതാണോ? ആ ചെലപ്പോ അങ്ങനെ ആവും. എന്തായാലും ബാഗ് ഈ ബുക്സ് ഒക്കെ ടീച്ചറിന് കൊടുത്തിട്ട് അമ്മയുടെ അടുത്ത് പോവാ. മേ കമ്മിങ് ടീച്ചർ? ആ യെസ് കമ്മിങ്. ക്ലാസ്സിൽ എല്ലാവരുടെയും ബുക്ക് കളക്ട് ചെയ്തോ? ആ ടീച്ചറെ എല്ലാവരുടെയും ബുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാ ബാഗ് ഈ ടേബിളിൽ വെച്ചിട്ട് ക്ലാസ്സിൽ പോയിക്കോ. ഓക്കെ ടീച്ചർ. അമ്പോ ഇത് എന്ത് സാധനാണ്? ലില്ലിക്കൊച്ചേ നീ ക്ലാസ്സിൽ പോയിക്കോ. എന്റെ അമ്മയാണ് അവിടെ വന്നിരിക്കണേ, ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോവാ. ഓ നിന്നോട് ഞാൻ വെയിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, നിന്നോട് ക്ലാസ്സിൽ പോവാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്റെ കാര്യം നോക്കണ്ട കേട്ടോ, എനിക്ക് ക്ലാസ്സിൽ പോവാനൊക്കെ നന്നായിട്ട് അറിയാം. ഒന്ന് പോടി നീ. ഡിഡി ലില്ലിക്കൊച്ചേ ഒന്ന് പോടി നീ കൺട്രി ഫ്ലവർ. ഇവളൊക്കെ എന്താ വേണ്ടേ? എന്തായാലും അമ്മയുടെ അടുത്ത് പോയേക്കാം. അമ്മേ. ആ മാളു നീയോ? നീ എന്താ ക്ലാസ്സിൽ കയറാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ? അത് ഞാൻ ഇംഗ്ലീഷ് ടീച്ചറുടെ അടുത്ത് നോട്ട് സബ്മിറ്റ് ചെയ്യാൻ വന്നതാ. അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ ക്ലാരയെ നിങ്ങളെ സ്കൂളിൽ ചേർത്താൻ വന്നതാ. ക്ലാരയെ ഞങ്ങളെ സ്കൂളിൽ ചേർത്തുന്നോ? അപ്പൊ എന്തായാലും അവൾ എന്റെ ക്ലാസ്സിൽ തന്നെ ആവും. ലില്ലിക്കൊച്ചിനെ സഹിക്കാൻ വയ്യ, ഇനി അടുത്തത് ഇവള്. വീട്ടിലും അവളെ സഹിക്കാൻ വയ്യ, സ്കൂളിലും. എന്താ മാളു സന്തോഷായില്ലേ? നിനക്കിപ്പോ ഒരു കൂട്ടായില്ലേ? ആ പിന്നെ എനിക്ക് സന്തോഷായി. മാളു അമ്മ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നതൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ക്ലാസ്സിൽ ടീച്ചർ ഒന്നുമില്ലല്ലോ, വേഗം ക്ലാസ്സിൽ പോയിക്കോ. നീയല്ലേ ലീഡർ. ആ ഓക്കേ സാർ. എന്നാ ശരി അമ്മ, ഞാൻ പോട്ടെ. ആ മാളു വേഗം പോയിക്കോ. എന്നാ നിങ്ങൾ വേഗം പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് പോയിക്കോളൂ. ആ ശരി സാർ.